ഹായ് ഗൈസ്, ചിക്കൻ പലതരത്തിൽ വയ്ക്കുന്ന 6 റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ ചിക്കൻ വെച്ചിട്ടുള്ള 7ാമത്തെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലിൽ കയറി എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് കോക്കനട്ട് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തേക്കണത്. ഇതുപോലെ ഇടത്തരം കഷ്ണങ്ങളാക്കി നുറുക്കിയ ശേഷം നന്നായി കഴുകി വാരി എടുത്തതാണത്. അരമണിക്കൂർ നേരമായിട്ട് ഞാനിത് വെള്ളം വാലാനായിട്ട് വച്ചിട്ട് ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ 2 വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 20 വെളുത്തുള്ളി, 25 ചെറിയ ഉള്ളി മുഴുവനോടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാൻ ഇഞ്ചി അരയാൻ വേണ്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ജാറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കണം. കടുകും കൂടി ചേർത്ത ശേഷം നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാണ്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇനി ചിക്കൻ ഒരു ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ആ അരപ്പ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി, ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കുക. ഇനി ഇത് 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അടിക്കട്ടിയുള്ള ചീഞ്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് 1 ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്, നല്ല കട്ടിയുള്ള 1 ഗ്ലാസ് തേങ്ങാപ്പാൽ. ഇനി നമുക്കത് മൂടി വെച്ച് വേവിക്കാം. ഇത് വേവണ നേരം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ അരമുറി നാളികേരത്തിൻ്റെ പകുതി ആട്ടോ എടുത്തേക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 മുറി നാളികേരം ഫുൾ എടുക്കാം. അപ്പോൾ ഞാനിത് വെളിച്ചെണ്ണയൊന്നും ചേർക്കാണ്ട് വെറുതെ ചീഞ്ചട്ടിയിലിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. അത് നന്നായി ഒന്ന് കളർ മാറി വരുന്ന സമയത്താണ് നമ്മൾ അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ആ കറിവേപ്പിലയും തേങ്ങയും കൂടി ആ വെളിച്ചെണ്ണയിൽ നല്ല മൊരിച്ചെടുക്കണം. അപ്പോൾ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനത് തീ ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ ചിക്കൻ എന്തായെന്ന് നോക്കാം കേട്ടോ. ഞാൻ മൂടി തുറന്നു. അപ്പോൾ നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ചിക്കൻ പിന്നെ വേവുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങൂല. പിന്നെ 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉപ്പ് കുറവാട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഞാൻ നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഞാൻ വീണ്ടും മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഞാൻ മൂടി തുറന്നു. അപ്പോൾ ലേശം വെള്ളം കൂടി വറ്റാനുണ്ട്, അത് കുഴപ്പമില്ല. ഇനിയിപ്പോൾ ചിക്കൻ വെന്ത് കഴിഞ്ഞു. ഇനി മൂടി തുറന്ന് വെച്ചിട്ട് ലോ ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ഇട്ടിട്ട് നമുക്ക് ചിക്കൻ ഇതുപോലെ ഒന്ന് മൊരിച്ചെടുക്കുക. ഒരുപാട് മൊരിയണ്ട കേട്ടോ, അതുപോലെ ചെറിയ കളർ മാറിയാൽ മതി. ഇനി ആ വറുത്ത് വെച്ച തേങ്ങയും കറിവേപ്പിലിട്ട് അലങ്കരിക്കുക. നമ്മുടെ കോക്കനട്ട് ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടോ.